പൊരിക്കടികളോ ഐശ്വര്യതയോ ഉപ്പിലിട്ടതോ ഏതുമായിക്കോട്ടെ, പലതരം രുചികളുടെ രസക്കൂട്ടുകൾ നുണഞ്ഞ് കടലിനെ കണ്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നോളി. തിങ്കളാഴ്ച മുതൽ ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ മാസം 20-ന് മന്ത്രി MB രാജേഷ് ഭക്ഷണത്തെരുവിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ബീച്ചിൽ പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ഒരേ മോഡൽ ഉന്തുവണ്ടികൾ നിരന്നു കഴിഞ്ഞു. 90 വണ്ടികളാണ് തയ്യാറായിരിക്കുന്നത്. ഇവയല്ലാതെ ബീച്ചിൽ മറ്റു കച്ചവടം പാടില്ലെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം, കോർപ്പറേഷൻ എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബീച്ചിൽ 240 മീറ്റർ നീളത്തിലുള്ള സ്ഥലത്താണ് ഭക്ഷണത്തെരുവ് ഒരുക്കിയത്. ആളുകൾക്ക് ഇരിക്കാനായി പ്രത്യേകം സൗകര്യങ്ങളുമുണ്ട്. നടപ്പാതയോട് ചേർന്നാണ് നിലവിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവുമെല്ലാം ചൂടോടെ സൂക്ഷിക്കാനുള്ള സൗകര്യം ഉന്തുവണ്ടികളിലുമുണ്ട്. വെള്ളം, വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കി. അവസാനഘട്ട മിനുക്കുപണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും വലിയ പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടുകാർ. അതേസമയം നല്ല പ്രതികരണമാണ് കോഴിക്കോട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതെന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ദിവാകരൻ പറഞ്ഞു. ഈ 20-ന് ഉദ്ഘാടനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം. നമ്മളെല്ലാം തയ്യാറായി, എല്ലാ ഷോപ്പുകളും റെഡിയായി. ബീച്ച്, സാൻഡ് ബീച്ച് ഫ്രീ ആവാൻ പോവുകയാണ്. ഈ 90 കച്ചവടക്കാർ വിവിധ ദക്ഷിണേന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നല്ല, എന്ന് പറഞ്ഞാൽ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റാക്കി കേരളത്തിനൊരു മാതൃകയാക്കാനാണ് നമ്മളെ ശ്രമം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി വൈദ്യുതി എത്തി, വെള്ളമെത്തി, എല്ലാം എത്തി, സ്ട്രീറ്റ് തയ്യാറായി. ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. ബീച്ച് ഒന്ന് ഫ്രീ ആക്കി കിട്ടണമെന്നാണ് അവരുടെ ആവശ്യം. അതിനോടനുബന്ധിച്ച് ഫുഡ് സ്ട്രീറ്റ്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നാൽ കരുതലോടെ ഭക്ഷണം കഴിക്കാം, നല്ല വെള്ളം കിട്ടും. പല നാടുകളിൽ നിന്നുള്ള ഗുണമേന്മയേറിയ ഭക്ഷണങ്ങൾ ഏറ്റവും വൃത്തിയോടെ നൽകുന്ന സ്ഥലമായി ബീച്ചിലെ ഭക്ഷണത്തെരുവ് ഇനി മാറുമെന്നതിൽ സംശയം വേണ്ട. ഡി എർത്താണ് ഉന്തുവണ്ടികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ മെറ്റൽ ഇൻഡസ്ട്രീസ് ആണ് വണ്ടികൾ ഉണ്ടാക്കുന്നത്. കടൽക്കാറ്റേറ്റ് തുരുമ്പെടുക്കാതിരിക്കാൻ പ്രത്യേകമായ സ്റ്റീൽ സ്ട്രക്ചറിലാണ് നിർമ്മാണം. മലിനജലം സംസ്കരിക്കാനുള്ള സംവിധാനവും ഉണ്ടാവും. ഭക്ഷണത്തെരുവിന് 4.06 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 2.41 കോടി രൂപ ദേശീയ നഗര ഉപജീവന ദൗത്യം വഴിയും 1 കോടി രൂപ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഷിക്കുന്ന തുക കോർപ്പറേഷനുമാണ് വഹിക്കുന്നത്. എന്തു തന്നെയായാലും പുതുപുത്തൻ അനുഭവത്തിൽ പുത്തൻ രുചികൾ അനുഭവിച്ചറിയാൻ എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് കോഴിക്കോട്. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും നിരവധി പേരാണ് കോഴിക്കോടൻ രുചി നുണയാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കോഴിക്കോടൻ രുചിയുടെ ഭാവങ്ങൾക്ക് പുതിയ മുഖമൊരുക്കുകയാണ് കോഴിക്കോട് വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റിലൂടെ. 20-ന് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണിവിടെ. ഇനി ആരും വൈകിക്കേണ്ട, വന്നോളി, കണ്ടോളി. കോഴിക്കോടൻ രുചി കടൽ ഭംഗി ആസ്വദിച്ച് വേണ്ടോളം കഴിച്ചോളി. ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം KCL ടൈം ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ അശ്വതി.